നേതൃത്വം, മുഴുവൻ മുഅ്മിനീങ്ങളും ഇഷ്ടപ്പെടുന്ന നേതൃത്വം, കണ്ടാൽ മതിവരാത്ത മുഖം, കസ്തൂരിയേക്കാൾ സുഗന്ധം. ആ നേതാവിനെ തുണിയിൽ പൊതിഞ്ഞ് കഫൻ ചെയ്ത് മണ്ണിലേക്ക് കൊണ്ടുപോയെങ്കിൽ മുഅ്മിനീങ്ങളെ, ഏതു തറവാട്ടുകാരനായാലും, ഏത് പണ്ഡിതനായാലും, ഏത് രാജാവായാലും, പുരുഷനായാലും, സ്ത്രീയായാലും, എത്ര സൗന്ദര്യമുള്ളവനായാലും, ഏത് ഗോത്രത്തിൽ പിറന്നവനായാലും മരിക്കാതിരിക്കുകയില്ല എന്നൊരു പാഠം ലോകത്തിന് നൽകാൻ വേണ്ടി ആ നേതാവിനെ 63 വയസ്സിൽ പിടിച്ചു കൊണ്ടുപോയെങ്കിൽ പഠിക്കണം. 63 വയസ്സായവർ ആലോചിക്കണം, എന്റെ സമയം തീർന്നിട്ടുണ്ട്. അവലം നുഅമ്മിറുകും മാ യതദക്കറു ഫീഹി മൻ തദക്കറ വജാഅകുമുൻ നദീർ. ഈ സ്വലാത്തിന്റെ മജ്ലിസിൽ ആ ചിന്ത നമ്മുടെ ഖൽബിലുണ്ടാകണം. ഞാൻ എന്റെ സഹോദരന്മാരോട് പറയുന്നു, മനുഷ്യനാണെന്ന് പറഞ്ഞ് ആ നേതാവിനെ സാധാരണ മനുഷ്യനാണെന്ന് പറഞ്ഞ് നമ്മൾ അടങ്ങി നിന്നാൽ നമ്മുടെ ദൗത്യം അവസാനിക്കുകയില്ല. മറിച്ച് ആ നേതാവിന് ഇങ്ങനെ മദ്ഹ് പറയണം. എത്ര പറഞ്ഞാലും അത് തീരുകയില്ല, എത്ര പറഞ്ഞാലും അത് അധികമാവുകയില്ല. രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള സമയത്തിന്റെ ഇടയിൽ എത്ര സ്വലാത്താണ് ആ നേതാവിന്റെ പേരിൽ ഞാൻ ചൊല്ലേണ്ടത് എന്ന് സ്വഹാബത്ത് ചോദിക്കുകയാണ്. അവിടുന്ന് പറയുകയാണ്, ഒരു ദിവസത്തെ നീ പകുതിയാക്കിയിട്ട് പകുതി സമയവും സ്വലാത്ത് നീ ചൊല്ലിക്കോ. സ്വഹാബി പറയുന്നു, എനിക്ക് അതിലധികം ചൊല്ലാൻ കഴിയും. അല്ലാഹുവിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ദിവസത്തെ നീ 3 ഓഹരിയാക്കി, അത് 3-ൽ 2 ഓഹരിയും നീ സ്വലാത്തിന് വേണ്ടി ചെലവഴിച്ചോ. സ്വഹാബി പറയുന്നു, അതിനേക്കാൾ കൂടുതൽ എനിക്ക് ചൊല്ലാൻ കഴിയും. അവിടുന്ന് പറയുന്നു, നിർബന്ധമുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നീക്കി വെക്കുന്ന സമയം ഒഴികെ ബാക്കി മുഴുവൻ സമയവും നീ സ്വലാത്തിന് വേണ്ടി ഉപയോഗിച്ചോ. അതാണ് സ്വലാത്തിന്റെ മജ്ലിസ്. ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ്, അല്ലാഹു തആല ഉസ്താദിന് ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ മുഴുവൻ ആലിമീങ്ങൾക്കും അല്ലാഹു തആല ദീർഘായുസ്സും ഈ സമുദായത്തിന് നേതൃത്വം നൽകാനുള്ള കഴിവ് അല്ലാഹു അവർക്ക് പ്രദാനം ചെയ്യട്ടെ. എല്ലാ നല്ല ആലിമീങ്ങൾക്കും നീ തൗഫീഖിന്റെ വാതിലുകൾ തുറന്നു കൊടുക്കണേ റഹ്മാനെ. സഹീഹുൽ ബുഖാരിയുടെ ദർസ് രാവിലെ മർകദുസ് സഖാഫത്തി സുന്നിയയിൽ രാവിലെ 6:30 മുതൽ 8 മണി വരെ സഹീഹുൽ ബുഖാരിയുടെ ദർസ് നടക്കുമ്പോൾ ആ ദർസിൽ പങ്കെടുക്കാൻ വേണ്ടി കേരളത്തിൽ നിന്ന്, കർണാടകയിൽ നിന്ന്, തമിഴ്നാട്ടിൽ നിന്ന്, വിദേശ നാടുകളിൽ നിന്നുള്ള അറബികൾ പോലും ആ ക്ലാസ്സിൽ പങ്കെടുക്കും. എന്താണ് സഹീഹുൽ ബുഖാരി എന്ന ക്ലാസിന്റെ പ്രത്യേകത? മറ്റൊന്നുമല്ല, അൽ ഹബീബ് റസൂലുള്ളാഹി അവിടുത്തെ സ്വലാത്താണ്. ആ സ്വലാത്ത് കൊണ്ടാണ് വിജയിച്ചത് ഉസ്താദ്, വിജയിച്ചത് മുൻഗാമികൾ വിജയിച്ചത്. റിയാദില് ജയിലിൽ 10 ദിവസം അവിടെ കിടന്നപ്പോൾ, ആ ജയിലിൽ കിടന്നപ്പോൾ ഒരു ദിവസം ധരിച്ച വസ്ത്രം അത് പിറ്റേന്ന് കഴുകിയല്ലാതെ ഇടാറില്ല. അങ്ങനെയാണ് ഉസ്താദിന്റെ പതിവ്. 2ാമത്തെ ദിവസം ഇടാറില്ല. കാരണം ആലിമീങ്ങൾ മാതൃകാ പുരുഷന്മാരായിരിക്കണം. അതുകൊണ്ട് കഴുകിയ നല്ല വസ്ത്രം തന്നെ അണിയുന്നു. ആ വസ്ത്രം മുഷിഞ്ഞപ്പോൾ ജയിലിൽ നിന്ന് ആ വസ്ത്രം കഴുകാൻ വേണ്ടി പുറത്തേക്ക് കൊടുത്തയക്കുകയാണ്. ആ കൊടുത്തയക്കുന്ന ആ ഷർട്ടിന്റെ ഉള്ളിൽ എഴുതി മെസ്സേജ് പുറത്തേക്ക് കൈമാറും. കഴുകാൻ കൊണ്ടുപോകുന്ന ആള് പോക്കറ്റിൽ നോക്കിയാൽ അതിലുണ്ടാവും വസിയത്തുകളും മേൽപ്പനുകളും. അങ്ങനെ 10 ദിവസം ആ ജയിലിൽ കഴിഞ്ഞപ്പോൾ യാതൊരു പ്രതീക്ഷയുമില്ല. ഈ ജയിലിൽ നിന്ന് രക്ഷപ്പെടുമോ? പ്രതീക്ഷ കുറവാണ്. വലിയ കേസുകൾ ചാർജ് ചെയ്യാൻ ഭരണാധികാരികൾക്ക് കഴിയും. MLA-യോ MP-യോ ശുപാർശ ചെയ്യാനില്ലാത്ത ആ വിദേശ രാജ്യത്ത് അവസാനം ഒരു തീരുമാനമെടുത്തു. എന്താണ് തീരുമാനം? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ ഒരു മൗലിദിന്റെ മഹത്വം വിവരിക്കുന്നൊരു കിതാബ് എഴുതുമെന്ന് തീരുമാനിച്ചു. ആ തീരുമാനപ്രകാരം ജയിലിൽ നിന്ന് വന്നതിനു ശേഷം ആ പുസ്തകം എഴുതുകയും ചെയ്തു. ഞാൻ പറയട്ടെ, ഏതെല്ലാം മഹാന്മാര് ലോകത്ത് കഴിഞ്ഞു പോയോ
അവരൊക്കെയും റസൂലുള്ളാഹിന്റെ മദ്ഹ് പറഞ്ഞിട്ടുണ്ട്. ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു മദീന പള്ളിയിൽ മുത്തുനബിന്റെ മദ്ഹ് പറഞ്ഞു. പള്ളികളിൽ മൗലിദ് പാരായണം, അതുപോലെ സ്റ്റേജുകളിൽ മൗലിദ് പാരായണം, മദ്രസകളിലും പള്ളികളിലും മൗലിദ് പാരായണം. അവിടെ എല്ലാം മുത്തുനബിന്റെ മഹത്വം ഇങ്ങനെ പറയണം. അമുസ്ലിമീങ്ങൾ ഇസ്ലാമിന് പഠിക്കാനുള്ള വഴി ആ ഹബീബായ നബിയെ പരിചയപ്പെടുത്തി കൊടുക്കലാണ്. എത്ര പറയുന്നുവോ ആ പറയുന്നതിനനുസരിച്ച് ഖൽബ് ഇങ്ങനെ ശുദ്ധിയായി മാറും. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആ മുത്തുനബിയുടെ ശഫാഅത്ത് നമുക്ക് പ്രദാനം ചെയ്യട്ടെ. യൂസുഫ് നബ്ഹാനി റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയാണ്, ഓ പാപം ചെയ്ത മനുഷ്യ, ഒരുപാട് പാപം ചെയ്ത മനുഷ്യ, ആ പാപത്തിൽ നിന്ന് കരകയറാനുള്ള വഴി എന്താണ്? കുറെ കള്ളു കുടിച്ചു പോയല്ലേ, തോന്നിയാസം ചെയ്തു പോയല്ലേ, നിനക്ക് അള്ളാഹുവിലേക്ക് മടങ്ങാനുള്ള വഴി ഏതാണ്? നീ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലലാണ്. ആ സ്വലാത്ത് നീ ധാരാളമായി ചൊല്ലിയാൽ മൻ സ്വല്ലാ അലയ്യ സ്വല്ലല്ലാഹു അലൈഹി അശ്റാ, ആ നേതാവിന് ഒരു സ്വലാത്ത് ആ നേതാവിന്റെ പേരിൽ ചൊല്ലിയാൽ 10 ഗുണങ്ങൾ അല്ലാഹു അവന് നൽകുന്നു. എത്ര കൊല്ലമായി വഅദ് കേൾക്കുന്നു, എത്ര കൊല്ലമായി നിസ്കരിക്കുന്നു, എത്ര കൊല്ലമായി ഇബാദത്ത് എടുക്കുന്നു, എത്ര കൊല്ലമായി ഖുർആൻ ഓതുന്നു, ഇതെല്ലാം ഉണ്ടെങ്കിലും ഒരു ഹറാം കണ്ടാൽ ആ ഹറാമിലേക്ക് ചാഞ്ഞു പോകുന്ന ശരീരമല്ലേ നമ്മളെ ശരീരം. ഈ സ്വലാത്തിന്റെ മജ്ലിസിൽ വന്ന് ഓരോ മനുഷ്യനും മാറണം, ശരീരത്തെ ആകെ മാറ്റിയെടുക്കണം. ആ ശരീരത്തെ തോൽപ്പിക്കാൻ മാത്രം കഴിവ് നേടണം. ഒരൊറ്റ നിസ്കാരം ഖളാ ആയാൽ നമ്മളെ മനസ്സിൽ വേദന വേണം. പടച്ചോനെ ഇന്നലെ നിസ്കരിക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്ന കുറ്റബോധം വേണം. എഞ്ചിനീയർമാരുണ്ട് ഈ വഅദിന്റെ മജ്ലിസിൽ, ഡോക്ടർമാരുണ്ട് ഈ പ്രഭാഷണത്തിന്റെ മജ്ലിസിൽ, അഡ്വക്കറ്റുമാരുണ്ട് ഈ മജ്ലിസിൽ. അവരോട് പറയട്ടെ, ശരീരത്തെ വരച്ച വരയിൽ നിർത്തണം. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദിനെ അറിയില്ലേ സഹോദരന്മാരെ? മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമന്റെ ബ്രഷ് ആ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദിന്റെ കയ്യിലാണ് കേട്ടോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പല്ല് തേക്കുന്ന അറാക്ക് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദിന്റെ കയ്യിലാണ്. റസൂലുള്ള വായിലിടുന്ന സാധനം ബഹുമാനപ്പെട്ട ഇബ്നു മസ്ഊദ് കയ്യിൽ പിടിക്കുന്നു. ആ ഹബീബായ നബി തങ്ങൾ കാലിടുന്ന ചെരുപ്പ് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് എടുത്തു മാറ്റി വെക്കുന്നു. അത് മറ്റാരും ചവിട്ടാതിരിക്കാൻ വേണ്ടി, അതിൽ വൃത്തികേടാവാതിരിക്കാൻ വേണ്ടി ആ ചെരുപ്പ് സൂക്ഷിക്കുന്ന കാരണം കൊണ്ട് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദിന് പേര് കിട്ടി സാഹിബുൻ നഅലൈൻ. റസൂലുള്ളാഹിന്റെ 2 ചെരുപ്പ് സൂക്ഷിക്കുന്ന ആളാണെന്ന് പേര് കിട്ടി. ആ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് പറയുകയാണ്, ഞാൻ കുറെ കാലം ആ നബിയോടൊപ്പം ജീവിച്ചു. ലൈലത്തുൽ ജിന്ന് എന്ന് പറയുന്ന രാത്രിയിൽ, സൂറത്തുൽ ജിന്ന് അവതരിച്ച രാത്രിയിൽ ജിന്നുകൾക്ക് വേണ്ടി വഅദ് പറയാൻ, ജിന്നുകളോട് മതപ്രബോധനം നടത്താൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പോയപ്പോൾ അന്ന് രാത്രി ഞാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമന്റെ കൂടെ കൂടി. യാ അല്ലാഹ്, ഇതൊക്കെ പറയാനേ ഞങ്ങൾക്ക് കഴിയൂ. ആ നേതാവിനെ കാണാൻ കഴിഞ്ഞില്ല. നീ ഞങ്ങൾക്ക് കാണിച്ചു തരണം അല്ലാഹ്, നീ കാണിച്ചു തരണേ അല്ലാഹ്. ഞങ്ങളെ പ്രിയങ്കരനായ ഉള്ളാൾ തങ്ങളെ ബർക്കത്ത് കൊണ്ട്, ഞങ്ങളെ മഹാന്മാരായ സാദാത്തുക്കളെ ബർക്കത്ത് കൊണ്ട് ആ മുത്തുനബിയെ കാണിച്ചു തരണേ അല്ലാഹ്. ഒരുപാട് അധ്വാനിച്ച് ഇവിടെ ഒരുമിച്ച് കൂടിയ മുഅ്മിനീങ്ങൾക്ക് അവരെ മുറാദ് സഫലമാക്കണേ അല്ലാഹ്. ഞങ്ങളെ ഭാര്യമാര്, ഞങ്ങളെ മക്കൾ എല്ലാവർക്കും ബർക്കത്ത് ചൊരിഞ്ഞു കൊടുക്കണേ അല്ലാഹ്.